ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ സുഖകരമല്ല. ഇന്നലെ വൈകുന്നേരം മുതൽ വരുന്ന വാർത്തകൾ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രമാത്രം ശുഭകരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ തന്നെ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഇഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും, അതായത് ഒരു യുദ്ധം തുടങ്ങി അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അതിലൊരു ഇളക്കം വന്നു കഴിഞ്ഞാൽ എന്താണോ മാർക്കറ്റ് റിയാക്ട് ചെയ്യേണ്ടത്, ആ രീതിയിൽ മാർക്കറ്റ് ഇതുവരെ റിയാക്ട് ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 176 പോയിന്റിന്റെ ഡൗൺ സൈഡാണുള്ളത്. ലൈവ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 24,221 നിഫ്റ്റി ഉള്ളത്. ഒരു അവസരത്തിൽ നിഫ്റ്റി 24,160 പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. നമുക്കറിയാം, ഇന്നലെ ഹോർമൂസിൽ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായത് ഖത്തറിന്റെയും സൗദിയുടെയും ഒമാന്റെയും ഒക്കെ ടാങ്കറുകൾക്കെതിരെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട് മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങളാണ് ഖത്തറൊക്കെ. ആ രാജ്യങ്ങൾക്കെതിരെ, അവരുടെ ഷിപ്പുകൾക്കും ടാങ്കറുകൾക്കും എതിരെ ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സമാധാന ശ്രമത്തിന് വരുന്ന ഭംഗം തന്നെയാണ്. പക്ഷെ മാർക്കറ്റ് അത്രമാത്രം റിയാക്ട് ചെയ്തില്ല. മാർക്കറ്റിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇന്നലെ ഈ ഒരു ആക്രമണം, അതിനുശേഷം തിരിച്ച് US സെൻട്രൽ വിങ്ങിന്റെ ആക്രമണം വരുന്നു. ഏകദേശം 6ഓളം സിറ്റികളിൽ, പോർട്ടിനടുത്തുള്ള അവരുടെ 6ഓളം സിറ്റികൾ ആക്രമിച്ചു എന്ന് പറയുന്നു. അതിന് പുറമെ അവരുടെ കർഗ് ഐലൻഡില് ഏറ്റവും കൂടുതൽ ഇറാന്റെ എണ്ണ കയറ്റുമതി നടത്തുന്നത് ആ ഒരു ഐലൻഡ് വഴിയാണ്, കർഗ് വഴിയാണ്. അവിടെയാണ് ആക്രമണം വന്നിരിക്കുന്നത്. അതും കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ ഈ ഒരു ആക്രമണം നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത് അതല്ല. അതിനുശേഷം US ട്രഷറിയുടെ ഒരു പ്രഖ്യാപനം വന്നു. കാരണം 60 ദിവസത്തേക്ക് ഇറാന്റെ എണ്ണ ലോകമെമ്പാടും വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്ഷൻ, ഉപരോധമൊക്കെ അവർ പിൻവലിച്ചിരുന്നു. അവർക്ക് എവിടെ വേണമെങ്കിലും എണ്ണ വിൽക്കാം. അതനുസരിച്ച് ഇറാൻ എണ്ണ വിൽപ്പന ആരംഭിച്ചിരുന്നു. അതിന് മുകളിൽ വീണ്ടും സാങ്ഷൻ പണ്ടത്തതുപോലെ തന്നെ ഇമ്പോസ് ചെയ്തിരിക്കുന്നു. അതായത് ഇറാൻ എണ്ണ ഇനി വിൽക്കാൻ പറ്റില്ല. ഏത് രാജ്യങ്ങളാണോ എണ്ണ ഇറാന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, ആ രാജ്യങ്ങളും അമേരിക്കയുടെ ഉപരോധത്തിന്റെ കീഴിൽ വരും എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഒരു പാനിക് സിറ്റുവേഷൻ ആണ്. കാരണം ചർച്ചകൾ ഇനി ഈ ആഴ്ച ഇല്ല. ഈ ആഴ്ച ഖമേനിയുടെ സംസ്കാരം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചർച്ചകൾ ഈ ആഴ്ചയില്ല. അടുത്ത ആഴ്ച മാത്രമാണ് US ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ച മാത്രമേ ഉള്ളൂ. അത് ഈ എണ്ണക്ക് വന്നിരിക്കുന്ന സാങ്ഷൻ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 10 കോടി ബാരൽ എണ്ണയാണ് ഇപ്പോൾ ഈ ഒരു സാങ്ഷൻ മാറ്റിയതിനു ശേഷം ഇറാൻ മറ്റ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കോൺട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 10 കോടി ബാരൽ പല ഷിപ്പുകളായിട്ട്, ഏകദേശം 400-ലധികം ഷിപ്പുകളിലായിട്ട് കടലിൽ കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ആ ഒരു 10 കോടി ബാരൽ എണ്ണ, ഇതിൽ ഏകദേശം 6 കോടിയോളം, ഇതൊക്കെ കോൺട്രാക്റ്റഡ് ആണ്, ഡെലിവറി ചെയ്യേണ്ടതാണ് പല ഏഷ്യൻ രാജ്യങ്ങളും. ഇന്ത്യ ഇതുവരെ ഇറാനിൽ നിന്നും എണ്ണ ഈ ഒരു സാങ്ഷൻ മാറ്റിയതിനു ശേഷം വാങ്ങിയിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. കാരണം ഏത് സമയത്തും അമേരിക്കയുടെ മൂഡ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സാങ്ഷൻ വന്നേക്കാം എന്നുള്ളൊരു പേടി തന്നെയായിരിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിട്ടും. അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളതുമായിരിക്കാം. ഇന്ത്യയുടെ ട്രേഡ് ഡീൽ അവിടെ കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം. ഏതായാലും ഈ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കൻ കമ്പനികളിൽ നിന്ന്, ഇറാൻ കമ്പനികളിൽ നിന്നും തന്നെ ഇന്ത്യയിലെ ഒരു കമ്പനികളും ക്രൂഡിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6-7 കോടി ബാരലോളം എണ്ണ കോൺട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഡെലിവറി ചെയ്യേണ്ടതാണ് പല ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട്. അതിന് ഈ സാങ്ഷന് കീഴിൽ വരും. ഇനി അത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതായത് ലോകത്ത് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഏകദേശം 60% എണ്ണ ഒറ്റ അടിക്ക് സാങ്ഷന്റെ കീഴിൽ വരികയാണ്. അത് സപ്ലൈ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ ഷോർട്ട് ടേമിലെങ്കിലും ഈ ഒരു കാര്യം ക്രൂഡ് ഓയിലിനെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റിനെ ബാധിച്ചേക്കാം. ഇത് ഈ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം ഇന്നലെ ആക്രമണത്തിന് ശേഷം USന്റെ സെൻട്രൽ കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിർത്തി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആക്രമിച്ചു, അതിന് തിരിച്ചു നൽകി, ഇനി ഇതിവിടെ കഴിയണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം, സാങ്ഷൻസ് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ മുകളിൽ വരുന്ന സാങ്ഷൻ പ്രശ്നമില്ല, ഞങ്ങൾ മുന്നോട്ട് പോകും, തിരിച്ചടി നൽകുമെന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രൂഡ് മാർക്കറ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ വരും.
അല്ലാതെ ഈ ഒരു ഹോർമൂസിലുണ്ടായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് ശേഷം ഉള്ള പഴയ പ്രൊഡക്ഷൻ ലെവലുകളിലേക്ക് മിഡിൽ ഈസ്റ്റ് വരികയാണ്. സൗദി ആയാലും ഖത്തർ ആയാലും അതുപോലെ തന്നെ UAE ആയാലും ഒക്കെ തന്നെ പഴയ ഒരു പ്രീ വാർ ലെവലിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡിമാൻഡ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഡിമാൻഡ് അത്രമാത്രം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും വലിയ ക്രൂഡ് ഓയിലിന്റെ ബയർ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിൽ നിന്നും കഴിഞ്ഞ 15 ദിവസമായിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അതായത് അവർക്ക് ക്രൂഡ് ഓയിൽ വേണ്ട എന്നുള്ള രീതിയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മാത്രമാണ് ചൈനയിൽ നിന്നുള്ള എൻക്വയറീസ് വന്നു തുടങ്ങുന്നത്. അതും അവർ സൗദിയിൽ നിന്നും വാങ്ങുന്നില്ല. യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡും കുറവാണ്. യൂറോപ്പിൽ ഹീറ്റ് വേവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നിന്നുള്ള ഡിമാൻഡ് ഇപ്പോൾ കുറവാണെന്നാണ് കാണുന്നത്. അപ്പോൾ സൗദി ഓൾറെഡി അവർ 20 വർഷത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ ഏറ്റവും ചെറിയ പ്രൈസൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡ് ഓഫർ ചെയ്യുന്നത്. അതിപ്പോൾ അവരുടെ സ്വീറ്റ് ക്രൂഡ് ആയാലും ശരി, മിക്സ്ഡ് ക്രൂഡ് ആയാലും ശരി, എല്ലാ അവരുടെ ക്രൂഡ് പ്രൊഡക്ഷനും 20 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ചൈന അവരുടെ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഭാഗത്ത് അവരുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് പുറമെ റിന്യൂവബിൾ എനർജിയിൽ ഒരുപാട് നേട്ടങ്ങൾ ചൈന നടത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ബയർ എന്ന് പറയുന്ന ചൈന അവരുടെ ബൈങ് കുറച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഇഫക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. അതേസമയം പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവരുടെ ക്രൂഡിന്റെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കുവൈറ്റ് ആയിക്കോട്ടെ, കുവൈറ്റ് പ്രീ വാർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എത്തിയിട്ടില്ല. ആ സമയത്താണ് വീണ്ടും ഈ ഒരു ഹോൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ റീജിയണൽ ആയിട്ടുള്ള പവർ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട സൗദി അതുപോലെ തന്നെ ഖത്തർ പോലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന്റെ മുകളിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് വീണ്ടും ഇത് എസ്കലേറ്റ് ചെയ്യിക്കരുത്, ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും എന്നുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുകളിൽ വലിയ രീതിയിലുള്ള പ്രഷറുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട്, അതായത് ഇന്നലെ കഴിഞ്ഞു, ഇന്നലത്തേക്ക് ഇറാനും അവരുടെ ബഹ്റൈൻ അതുപോലെ തന്നെ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളുടെ മുകളിലെ മിസൈൽ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഡ്രോണുകളൊക്കെ വിട്ടിട്ടുണ്ട്. അതോടുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ് ഇനി ഇത് വീണ്ടും എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും ഈ സാങ്ഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മാർക്കറ്റിന് എന്താണ് വേണ്ടത്? മാർക്കറ്റിന് ഈ ഒരു സാങ്ഷൻ മാറ്റി എന്നല്ലെങ്കിലോ അല്ലെങ്കിൽ ഇറാനിയൻ ക്രൂഡ് വീണ്ടും വിൽക്കാൻ അനുവദിക്കും എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും. അല്ല എങ്കിൽ മാർക്കറ്റ് ഒരു ഇൻഡെസിസീവ് ക്യാരക്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാങ്ഷനുമായിട്ട് ട്രംപിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒന്ന് കാണിച്ചു കൊടുത്താണ്. അതായത് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്പോട്ടിൽ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു ഇഫക്റ്റാണ്. അദ്ദേഹം ഇവിടെയാണുള്ളത്, ടർക്കിയിലാണുള്ളത്. അങ്കാരയിൽ ഇപ്പോൾ നാറ്റോയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. അതായത് ഇന്ന് ബുധനാഴ്ചത്തേക്ക് മാത്രമാണ് ആ മീറ്റിംഗ് കഴിയുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രംപിന്റെ ഭാഗത്തു നിന്നിരുന്ന പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ബാക്ക് ഡോറിലൂടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇറാനായാലും അമേരിക്ക ആയാലും പറയുന്നു എന്താണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് സാങ്ഷൻ കുഴപ്പമില്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറയുന്നു. പക്ഷേ ബാക്ക് ഡോറിലൂടെ അതിപ്പോ US ആയാലും അതുപോലെ തന്നെ ഇറാൻ ആയാലും ചർച്ചകൾ ഉണ്ടാകും, ചർച്ചകൾ നടക്കുന്നുണ്ടാകും. പക്ഷെ ആ ചർച്ചയിൽ വരേണ്ട കാര്യം ഇതാണ്, സാങ്ഷൻ മാറ്റി ഓയിൽ ഡിസ്ട്രിബ്യൂഷന് കുഴപ്പമില്ല. അത് വരാത്തിടത്തോളം കാലം മാർക്കറ്റ് അത്രമാത്രം ഹാപ്പി ആയിരിക്കില്ല. മാർക്കറ്റിനൊരു ഒരു ഫുൾ ത്രോട്ടിലുള്ള മുന്നോട്ട് പോക്ക് മാർക്കറ്റിന് ലഭിക്കുക വളരെ കുറവായിരിക്കും. കാരണം അത് വരിക എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വരാനുള്ളത്. അതിപ്പോൾ ചർച്ചകൾ ഇനി ഈ ആഴ്ച ഇല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച മാത്രമേ ചർച്ചകൾ റിസ്യൂം ചെയ്യുള്ളൂ. ഇനി ബാക്ക് ഡോറിലുള്ള ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിൽ ഡിപ്ലോമാറ്റിക് കോൺവെർസേഷനിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാകും. പക്ഷേ മറ്റു രാജ്യങ്ങളും അല്പം നിരസത്തിലാണ്. അവരുടെ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ കുറച്ച് നീരസത്തിലാണ്. അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇറാനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ്. അല്ലാതെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതാണ് ക്രൂഡ് എത്രമാത്രം ഓക്കെ, ഒരു $72 നിന്ന് $75 വരെ പോയി. പിന്നീട് ഇപ്പോൾ അത് കൂൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. $73-74 വന്നിരിക്കുക. $75 ഇപ്പോൾ ഉള്ളത് ബ്രെന്റ്. അതുപോലെ തന്നെ ലൈറ്റ് ക്രൂഡ് നോക്കിക്കഴിഞ്ഞാലും $71 അധികം കൈവിട്ട് പോകാതെ അതുമാണ്. അല്ലാതെ ഇന്നലെ പോലുള്ള ഒരു അക്രമത്തിൽ ഏകദേശം ക്രൂഡിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം വരേണ്ടതാണ്. ക്രൂഡ് മാർക്കറ്റ് ഓൾറെഡി ഓവർ സപ്ലൈഡ് ആണ്. ഈ ഒരു മാറ്റം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് സത്യം. അപ്പോൾ നോക്കാം, നമുക്ക് വരേണ്ട ഡിസിഷൻ, മാർക്കറ്റിന് വേണ്ട ഡിസിഷൻ സാങ്ഷൻ മാറ്റി എന്നുള്ളതാണ്. ക്രൂഡ് വിലയിൽ മാറ്റം എന്നാൽ വീണ്ടും താഴോട്ട് വരും. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് ഇതുവരെ എഫക്റ്റുകളൊന്നുമില്ല, അവർക്ക് കോൺട്രാക്റ്റുകളൊന്നുമില്ല. ഇന്ത്യ ഇതുവരെ ഇറാന്റെ കയ്യിൽ നിന്നും ഈ സാങ്ഷൻ മാറ്റിയതിനു ശേഷം ക്രൂഡ് കോൺട്രാക്റ്റുകളൊന്നും തന്നെ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെ വരുമെന്നുള്ളത്. ഇറാനിയൻ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ചർച്ചകൾ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. നോക്കാം നമുക്ക് എന്താവുമെന്നുള്ളത്. മാർക്കറ്റ് ഏതായാലും ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വാർട്ടർലി റിസൾട്ടുകളുള്ള ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉള്ള പല കമ്പനികളിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവാം. അതിനുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.